ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ശശി തരൂരാണ്. കാരണം ശശി തരൂരിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലക്ക് നേരെയുള്ളൊരാക്രമണത്തിന് ഇപ്പം അദ്ദേഹത്തിന് കഴിയില്ല. അപ്പോൾ പിന്നെ ശശി തരൂരിൻ്റെ തലയിൽ വെക്കുകയാണ്. ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യം ഞാൻ വ്യക്തമാക്കാം. ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒരു വ്യാമോഹവും ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, പരിഹസിക്കുന്ന രൂപത്തിൽ തന്നെ. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടന എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്, UDFൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണത്തെ പൊട്ടിച്ചു അദ്ദേഹം. അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ച വികാരമാണ്. ഇപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്താ? കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ആഭ്യന്തര കുഴപ്പം ശക്തിപ്പെട്ടു. ഇനി ആ ആഭ്യന്തര കുഴപ്പം കൂടിയും വന്നു കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനറിയാം, മുസ്ലിം ലീഗിനാണെങ്കിൽ ഒരു ദിവസം ഇനി ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല അവരുള്ളത്. അപ്പോൾ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ അവരാണിപ്പോൾ പോകുന്നത്.